السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي، وما توفيقي الا بالله عليه توكلت واليه انيب. ബഹുമാനാദരവ് നിറഞ്ഞ അധ്യക്ഷനവറുകൾ, ആദരണീയരായ ഉസ്താദന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദ ഫളൽ കൊണ്ട് നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഗ്രഹങ്ങളിലും ഓരോ സൗഭാഗ്യങ്ങളിലും അങ്ങേയറ്റം സന്തോഷിക്കുന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിപരമായ കാര്യമാണ്. ഏതൊരു മനുഷ്യനും അവനക്കുണ്ടാകുന്ന വിജയം, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അതല്ല കുടുംബപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് പരമായിട്ടാണെങ്കിലും ശരി, ഏതൊരു വിജയം അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഏതൊരു വേള അവനിലേക്ക് വന്നു ചേർന്നാലും ആ ഒരു വേളയിൽ അവൻ അതിയായ രീതിയിൽ സന്തോഷിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ ആഘോഷമാക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത് ഖുൽ ബിഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം, നമുക്കുണ്ടാകുന്ന ഓരോ വിജയവും നമുക്കുണ്ടാകുന്ന ഓരോ ഉയർച്ചയും ഓരോ പദവിയും അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ നിന്നുള്ള ആ ഒരു അനുഗ്രഹവും വിജയവും അല്ലാഹുവിന്റെ അനുഗ്രഹമായതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങളുടെ മേൽ, ആ വിജയത്തിന്റെ മേൽ, ആ ഉയർച്ചയുടെ മേൽ, അല്ലെങ്കിൽ ആ ഒരു പദവിയുടെ മേൽ നമ്മൾ സന്തോഷിക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അവൻ പ്രദർശിപ്പിക്കുന്ന അവന്റെ സന്തോഷത്തിന്റെ നന്ദിയുടെ ആ ഒരു വേള എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവൻ സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാൾ ഖൈറായ ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ് ഖൈറാവുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന ഓരോ വിജയത്തിന് അത് അള്ളാഹുവാണ്. അള്ളാഹുവിനോട് നന്ദി പറയുക എന്നുള്ളത്, അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത് അവന്റെ അടിമയാകുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ ബാധ്യതയാകുന്ന, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക. അത് റബ്ബിനോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും നമ്മൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ, നമുക്കൊരു സഹായം ലഭിച്ചാൽ ആ സഹായത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. നമുക്കൊരു പരസ്പരം നമുക്കിടയിൽ ഒരു ബാധ്യതയാണ്. ആ ഒരു ബാധ്യത, ആ ഒരു കടമ പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നോട് ആഘോഷിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കുണ്ടായ വിജയത്തിന്റെ മേൽ സന്തോഷിക്കാൻ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു പരിധിയില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾക്ക് വിരുദ്ധമാകുന്ന രീതിയിൽ ആഘോഷങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആഘോഷിക്കുക എന്ന് ഖുർആൻ പറയുന്നതോടൊപ്പം ആ ആഘോഷത്തിന് മേൽ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനെ കൊണ്ടുപോകാൻ, ആഘോഷമാക്കാനും സന്തോഷിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമ്മുടെ മേൽ നിർബന്ധിതമായി നമ്മൾ ഉണ്ടാകുന്ന ഒരു കാര്യം. അതാണ്. അപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നമ്മളോട് അടുത്ത് വരുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പരിശുദ്ധമായ ഖുർആനോട് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ലോകത്താകമാനം റഹ്മത്തായിട്ടാണ്. ആ ഒരു അനുഗ്രഹത്തിൻ്റെ മേൽ റഹ്മത്തിൻ്റെ മേൽ സന്തോഷിക്കേണ്ടതും ആഘോഷിക്കപ്പെടേണ്ടതും രാവുകൾ തന്നെയാണ്, സംശയമില്ല. പക്ഷേ അത് നമ്മൾ ചെയ്യുമ്പോൾ അത് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ചുറ്റവട്ടങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം അത് ആഘോഷിക്കാനും സന്തോഷിക്കാനും നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയുന്നത്. അല്ലാതെ പക്ഷെ നമുക്ക് തോന്നിയ മാസം പോലെ അല്ലെങ്കിൽ തോന്നിയതുപോലെ ആ ഒരു രീതിയിൽ കൊണ്ടുപോയാൽ അവിടെ നമ്മൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെറുപ്പ് കൂടി സമ്പാദിക്കുന്നതിന് കാരണമാകും. അത്തരത്തിലുള്ള മോശമാകുന്ന ദോഷകരമാകുന്ന ഭാവങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇരു ലോകം നമ്മെ ഏവരെയും അല്ലാഹു വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകൾ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസ